കള്ളാടി ദുരന്തഭൂമിയിലെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് കമ്പനി നൽകിയ ലിസ്റ്റ് പ്രകാരം കാണാതായ 18 പേരിൽ 10 പേരെ ആദ്യ ദിവസം തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. പിന്നീട് 6 ദിവസം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വിക്രം റാണ അടക്കമുള്ള 8 പേരുടെ മൃതശരീരം കൂടി കണ്ടെത്തിയത്. കള്ളാടി ദുരന്തത്തിൽ കാണാതായ വിക്രം സിംഗ് റാണയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷിപ്പുഴയുടെ താഴെ കരയോട് ചേർന്ന ചതുപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഹിമാചൽ പ്രദേശ് സ്വദേശിയായ വിക്രം റാണ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് കമ്പനിയുടെ കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു. കൂട്ടിയിട്ട പൈപ്പുകൾക്കൊപ്പം വിക്രം റാണ ഒലിച്ചുപോകുന്നത് കണ്ടതായി അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായ കുഞ്ചു ദുരന്ത സ്ഥലത്തെത്തി അധികൃതരെ അറിയിച്ചിരുന്നു. ഇന്നലെ കഡാവർ ഡോഗ്സ് പൈപ്പുകളും മെഷീനുകളും ഒലിച്ചെത്തിയ സ്ഥലത്തെത്തി കുരച്ചിരുന്നു. തുടർന്ന് NDRF സംഘവും ഫയർഫോഴ്സും ഇന്ന് അവിടെ നടത്തിയ തിരച്ചിലിൽ വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. First of all, we would like to thank all the media persons here, the NDRF team, and all who helped us to rescue this operation. And especially thanks to Priyanka ma'am, CM sir, and he's our hero, Mr. T. Siddiqui. He stood by us from last Tuesday till Tuesday. He's there with us. He's just a call away from me. I told him that sir, we need this. He arranged accommodation for us. He arranged everything for us. Every possibility he tried to find out the hotel meals. Every possibility he had tried. I would like to thank all of you. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം എംബാം ചെയ്ത് ബന്ധുക്കൾക്ക് കൈമാറുമെന്നും മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. 3 ബോഡി ആദ്യം നമുക്ക് കിട്ടി. 5 ബോഡിയായിരുന്നു മിസ്സിംഗ്. അവസാനത്തെ ബോഡി ശ്രീ വിക്രം റാണയുടേതായിരുന്നു. വിക്രം റാണയുടെ ബോഡിയും നമുക്കിപ്പോൾ കണ്ടെത്താൻ സാധിച്ചു. വേറെ ഒരു പരാതിയും നമ്മുടെ മുമ്പിൽ നിലവിലില്ല. അതുകൊണ്ട് അയച്ച ബോഡി ഇപ്പോൾ 5 ബോഡി, അവസാനം മിസ്സിംഗ് ആയിട്ടുള്ള 5 ബോഡിയും നാട്ടിലേക്ക് അയക്കാനുള്ള ക്രമീകരണമായി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വേറെ ഒരു പരാതിയും ഇല്ലാത്തതുകൊണ്ട്, പ്രാദേശികമായിട്ടുള്ള ഒരു വിഷമകരമായ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുക. വൈകുന്നേരം നടക്കുന്ന അവലോകന യോഗത്തിൽ പ്രദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, വയനാട്.